ട്രൂ മീഡിയ കേരള വന്നെത്തി നിൽക്കുന്നത് കണ്ണൂർ ജില്ലയിലെ അയ്യൻകുന്ന് പഞ്ചായത്തിലെ വാളത്തോടാണ്. സൂചിമുഖി വെള്ളച്ചാട്ടം എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഇവിടെയൊക്കെ ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ വന്നിട്ടുമുണ്ട്. പക്ഷേ സൂചിമുഖിയുടെ മുകളിൽ നയനമുഖി എന്ന് പറയുന്നൊരു വെള്ളച്ചാട്ടവും അതിനു മുകളിൽ ഉരുളിമുഖി എന്ന് പറയുന്നൊരു വെള്ളച്ചാട്ടവുമുണ്ട്. അത് ആരും ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ല. ഈ മൂന്ന് മുഖികളും അതിൻ്റെ സൗന്ദര്യവും ആസ്വദിച്ചുകൊണ്ട് നിങ്ങളിലേക്ക് അതിൻ്റെ സൗന്ദര്യം എത്തിച്ചുകൊണ്ട് ഒരു യാത്ര നമ്മൾ ഇവിടുന്ന് ആരംഭിക്കുകയാണ്. ഇവിടുത്തെ നാട്ടുകാരും അതോടൊപ്പം തന്നെ ബ്ലോക്ക് മെമ്പറൊക്കെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. സൂചിമുഖിയുടെ മുകളിലെ നയനമുഖിയും അതോടൊപ്പം തന്നെ ഉരുളിമുഖിയും അതിൻ്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ടുള്ള ഒരു യാത്ര. വാ. അപ്പോൾ നമ്മൾ സൂചിമുഖിയുടെ സൗന്ദര്യം ആസ്വദിച്ചു. അതിനുശേഷം നമ്മൾ നയനമുഖി, അതിനുശേഷം നമ്മൾ ഉരുളിമുഖി, അങ്ങനെ മൂന്ന് മുഖികളുടെയും സൗന്ദര്യം നമ്മൾ ആസ്വദിച്ചു. ഇപ്പോൾ നമ്മോടൊപ്പം ഇതിൻ്റെ ടൂറിസം സാധ്യതകൾ എത്രത്തോളം ഉണ്ട് എന്ന് നമ്മളോട് പ്രതികരിക്കുകയാണ് നമ്മുടെ ഇരിട്ടി ബ്ലോക്ക് മെമ്പറാണ് മനോജ് സാറാണ്. സാറേ നമസ്കാരം. നമസ്കാരം. അപ്പോൾ ഇത്രയും ദൂരം നമ്മോടൊപ്പം ട്രൂ മീഡിയയോടൊപ്പം വന്നു. അപ്പോൾ ഇതിന് ടൂറിസം മേഖലയ്ക്ക് എത്രത്തോളം ഇതിൻ്റെ സാധ്യതകളുണ്ട് എന്ന് സാർ നോക്കിക്കണ്ടു. സാറിൻ്റെ ഒരു കാഴ്ചപ്പാടിൽ എന്താണ് പറയാനുള്ളത്? തീർച്ചയായിട്ടും നിങ്ങളിവിടെ വന്നതിൽ വളരെ സന്തോഷം. ഇത്രയും ദൂരം യാത്ര ചെയ്ത് വരിക എന്നുള്ള എൻ്റെ ഉത്തരവാദിത്വമാണ്. എൻ്റെ ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനിൽ ഉൾപ്പെടുന്ന ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുന്ന സ്ഥലം എന്ന നിലയിൽ എൻ്റെ ഉത്തരവാദിത്വമാണ്. ഇതിൻ്റെ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ തന്നെ കേവലം സൂചിമുഖി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് മാത്രമേ തീരുന്നില്ല. അതിനു മുകളിൽ അടുത്ത ഏറ്റവും നീളം കൂടിയ വെള്ളച്ചാട്ടമായ നയനമുഖിയും ഏറ്റവും മുകളിൽ ഉരുളി പോലെയുള്ള ഉരുളിമുഖിയും ഉണ്ട് എന്നുള്ളത് സൂചിപ്പിച്ച് വളരെ നന്നായി. അയ്യൻകുന്ന് പഞ്ചായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രകൃതി രമണീയമായൊരു സ്ഥലമാണിത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ആഴ്ച പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ എല്ലാവിധ ഭരണസമിതി അംഗങ്ങളും ജീവനക്കാരൊക്കെ വന്നു ഇതിൻ്റെ സാധ്യതകൾ പഠിച്ചു. അടുത്ത ദിവസങ്ങളിൽ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ നീരാളം എന്ന് പറയുന്നൊരു പദ്ധതിയുണ്ട്. തെളിനീരൊഴുകട്ടെ നല്ല നാളേക്കായി. ആ പദ്ധതിയിലും ആളുകൾ വരുന്നുണ്ട്. ഇപ്പോൾ ഞാൻ സൂചിപ്പിച്ചത് നമുക്ക് സ്വാഭാവികമായ ഒരു ആവാസ വ്യവസ്ഥയെ നിലനിർത്തിക്കൊണ്ട് തന്നെ വലിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താതെ എന്നാൽ ജനങ്ങൾക്ക് സാധിക്കുന്ന രീതിയിലുള്ള കാഴ്ച ഒരുക്കി കൊടുക്കാനുള്ള ഉത്തരവാദിത്വം നാട്ടുകാർക്കും പഞ്ചായത്തിനും ഗവൺമെന്റിനും ഒക്കെ ഉണ്ട്. മറ്റൊരു സാധ്യത നമുക്കറിയാം, നമ്മുടെ ഈ പ്രദേശത്തിന്റെ MLA ഇവിടുത്തെ മന്ത്രിയാണിപ്പം. അദ്ദേഹം നമുക്ക് അനുകൂലമായ കാര്യങ്ങൾ ചെയ്തു തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്കറിയാം, ഈ കാണുന്ന ഈ ജലസ്രോതസ് വളരെ മുകളിൽ നിന്ന് വരുന്നതാണ്. ഇനി ഏതെങ്കിലും ഹൈഡ്രോ ഇലക്ട്രിക്കൽ പ്രോജക്റ്റിനുമൊക്കെ സാധ്യതയുണ്ടോ എന്നുള്ള ചിന്ത നമുക്കുണ്ട്. അതോടൊപ്പം തന്നെ പ്രതിസന്ധികളുമുണ്ട്. നമുക്കറിയാം, ഇവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കേണ്ടതുണ്ട്. വന്യമൃഗശല്യം വനാതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ്. അത്തരം പ്രതിസന്ധികളെ അതിജീവിക്കേണ്ടതുണ്ട് അങ്ങനെയൊക്കെ വന്നാൽ. അപ്പം അങ്ങനെ എന്താണെങ്കിലും ആളുകൾക്ക് ഒരുപാട് ദൂരം യാത്ര ചെയ്യാതെ നല്ല കാഴ്ച ഒരുക്കുവാനുള്ള കാര്യങ്ങളിൽ ജനങ്ങളും ഭരണകൂടങ്ങളും തീർച്ചയായിട്ടും മുന്നൊരുക്കം നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ യാത്ര. നിങ്ങളുടെ ഈ വരവും അതിന് വലിയ പ്രോത്സാഹജനകമാണ് എന്ന് വിശ്വസിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ ഈ പ്രകൃതിയെ സ്നേഹിക്കുന്ന ഇവിടെയൊക്കെ ടൂറിസ്റ്റുകളൊക്കെ ഒരുപാട് പേര് വരുന്നുണ്ടല്ലോ. പ്രകൃതിയെ സ്നേഹിക്കുന്നവരോട് എന്താണ് പറയാനുള്ളത്? തീർച്ചയായിട്ടും പ്രകൃതിയെ സ്നേഹിക്കുന്നവരോട് പറയാനുള്ളത്, നമ്മുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയെ അതുപോലെ നിലനിർത്താൻ സാധിക്കുന്ന ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾക്കാണ് ഇനി നിലനിൽപ്പുള്ളൂ. നമുക്കറിയാം, നമ്മുടെ മുന്നിലൊക്കെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളുടെയും വേസ്റ്റിൻ്റെയും രോഗബാധയുടെ ഒക്കെ മുന്നിൽ നമ്മൾ ഒത്തിരിയുണ്ട്. അങ്ങനെയായി പോകാതെ സ്വാഭാവികത നിലനിർത്തിക്കണം. അതുപോലെ തന്നെ നമുക്കറിയാം, ഈ ജലസംരക്ഷണം ഇന്ന് നമ്മളെല്ലാം പൈപ്പെല്ലാം കുഴിച്ചിടുന്നു, എല്ലാം റെഡിയാക്കുന്നു. പക്ഷേ അതിലേക്ക് എത്താൻ വെള്ളമുണ്ടാവണം. അപ്പോൾ ആ ഒരു സ്വാഭാവിക ജലസ്രോതസ്സുകൾ നമുക്കറിയാം. നമ്മൾ പോയ സമയത്ത് അവിടെ പോയി അതിലെ വെള്ളമൊക്കെ എടുത്ത് എല്ലാവരും കുടിച്ചു. ഏറ്റവും ശുദ്ധജലം ലഭിക്കുന്ന ഇവയെ സംരക്ഷിച്ചുകൊണ്ടായിരിക്കണം ഏത് വികസന പ്രവർത്തനങ്ങളും നമുക്ക് പൂർണ്ണ ബോധ്യമാണ്. അപ്പോൾ ഇത് നല്ലൊരു ടൂറിസ്റ്റ് ഹബ്ബായി മാറട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ഓക്കെ സാർ, താങ്ക് യു. ഓക്കെ. അപ്പോൾ സൂചിമുഖിയെ നമ്മളെല്ലാവർക്കും അറിയാം. സൂചിമുഖിയെ നമ്മളെല്ലാവരും പരിചയപ്പെട്ടു.
പക്ഷേ സൂചിമുഖിയുടെ മുകളിൽ നയനമുഖി അതോടൊപ്പം തന്നെ ഉരുളിമുഖി എന്ന് 2 മുഖികൾ കൂടി ഉണ്ട് എന്ന് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ജോയിയേട്ടനാണ്, നാട്ടുകാരനാണ്. അപ്പോൾ ജോയിയേട്ടാ, 2 മുഖികളുടെയും സൗന്ദര്യം നമ്മൾ ആസ്വദിച്ചു, സൂചിമുഖിയുടെ നമ്മൾ ആദ്യം ആസ്വദിച്ചാണ്. എന്താണ് ഇതിനെക്കുറിച്ച് ഇപ്പോൾ പറയാനുള്ളത്? 2 3 മുഖി, 3 മുഖി മൊത്തത്തിൽ സൂചിമുഖി എന്ന് പറയും. അതോടൊപ്പം നമ്മൾ 2 മുഖികളെ കൂടെ പരിചയപ്പെടുത്തി, നയനമുഖി, ഉരുളിമുഖി. അപ്പോൾ ഇത് വളരെ അനന്തമായ സാധ്യതകളാണുള്ളത്. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ട ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കി തരണം. ഗവൺമെൻറ്, പഞ്ചായത്ത് ഇപ്പോൾ വളരെ അനുകൂലമായ നിലപാടെടുത്തിട്ടുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റും പിന്നെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ മനോജ് കണ്ടവും പഞ്ചായത്ത് ഭരണസമിതിയിലെ ഒരു 7-8ഓളം മെമ്പർമാരും ടെക്നിക്കൽ ഉദ്യോഗസ്ഥന്മാരും എല്ലാം വന്ന് ഈ സ്ഥലം സന്ദർശിച്ച് 2 ആഴ്ച മുന്നേ അവരെ കണ്ട് വളരെ ഇഷ്ടപ്പെട്ടു പോയി. വളരെ മനോഹരമാണെന്നുള്ള അഭിപ്രായം വന്നു. അവരതിൻ്റെ DPR ഒക്കെ തയ്യാറാക്കുന്നുണ്ടെന്ന് അറിഞ്ഞു. എന്തായാലും ഇത് നല്ലൊരു മുതൽക്കൂട്ടാക്കി എടുക്കാൻ കഴിയും. അയ്യങ്കുന്ന് പഞ്ചായത്തിൽ ഇത്രയും നല്ലൊരു ടൂറിസ്റ്റ് കേന്ദ്രം വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ എന്തായാലും ഇത് ഗവൺമെൻറ് ടൂറിസം വകുപ്പ് ഇതിന് വളരെ അനുകൂലമായ നിലപാടെടുത്ത് ഇത് വേണ്ട ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കി കഴിഞ്ഞാൽ ഇത് വളരെ മുതൽക്കൂട്ടാവും. അയ്യങ്കുന്ന് പഞ്ചായത്തിന് വരുമാനമാവും, പിന്നെ ഈ നാടിനൊരു പുരോഗതിയാവും, ഈ നാടിനൊരു എല്ലാം കൊണ്ടും ഒരു നല്ല അവസരം ഉണ്ടാവും. അതിന് വേണ്ട ടൂറിസം വകുപ്പ് ഇത് ഏറ്റെടുക്കണം, ബാക്കി സൗകര്യങ്ങൾ ഒരുക്കി തരണം. ഇതാണ് ഞങ്ങൾക്ക് മെയിനായിട്ട് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ പെട്ടെന്ന് ഇവിടെ ഒരു ചെയ്തു കൊടുക്കാൻ പറ്റിയ എന്തൊക്കെയാണ് ഇപ്പോൾ വേണ്ടത്? പെട്ടെന്ന് ഇപ്പോൾ അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടത് അവിടെ ആ നിലവിലുള്ള പ്രകൃതിക്ക് കോട്ടം വരാത്ത രീതിയിൽ ആ നടപ്പ് വഴിയിൽ നടപ്പാത പിന്നെ ഉണ്ടാക്കി, പിന്നെ കൈവരികളും വെച്ചാൽ കയറിപ്പോകുന്ന ആളുകൾക്ക് ഒരു വളരെ സുരക്ഷിതമാകും. പിന്നെ ഈ 3 വെള്ളച്ചാട്ടത്തിലേക്കും പിന്നെ സുരക്ഷിത ബോർഡുകളും പിന്നെ മുന്നറിയിപ്പുകളും എല്ലാം വെച്ചിട്ടുള്ള പഞ്ചായത്ത് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അവരും ചെയ്യണം. പിന്നെ അങ്ങനെയെല്ലാം ചെയ്തു വന്നാൽ ഭാവിയിലേക്ക് വലിയൊരു മുതൽക്കൂട്ടാണ്. റിസോർട്ടുകളൊക്കെ വന്നാൽ നല്ലതാണ്, വളരെ സാധ്യതയുണ്ട്. ഇപ്പോൾ ഗതാഗത സൗകര്യം ഇവിടെ ഇഷ്ടംപോലെ ബസ് വരുന്നുണ്ട്, 4 ട്രാൻസ്പോർട്ട് ബസ് വരുന്നുണ്ട്, 7 പ്രൈവറ്റ് ബസ്സുകൾ വരുന്നുണ്ട്. യാത്രയ്ക്ക് ബസ്സുകൾ ഇഷ്ടം പോലെ ഉണ്ട്. രാത്രി 7 മണി വരെ ബസ്സുണ്ട്, തിരിച്ചു പോകുന്ന ബസ്സുകൾ. അപ്പോൾ അതൊരു അനുകൂല ഘടകമാണ്. ബാക്കി സൗകര്യങ്ങളും കൂടെ ഒരുക്കുക ഗവൺമെൻറ്. ഒരുക്കി തന്നാൽ ഇതൊരു ഞങ്ങൾക്കും അനുഗ്രഹം, അയ്യങ്കുന്ന് പഞ്ചായത്തിന് അനുഗ്രഹം, കാഴ്ചക്കാർ വിനോദസഞ്ചാരികൾക്കൊരു ഇവിടെ വന്നാൽ നിരാശപ്പെടാതെ പോവാം. നല്ല ഒരു പ്ലേസാണ്. ഹബ്ബായി നമുക്ക് മാറട്ടെ. സൂചിമുഖിയെ അതുപോലെ നയനമുഖിയെ ഉരുളിമുഖിയെ മാറ്റിയെടുക്കാം അല്ലേ? ബന്ധപ്പെട്ട അധികാരികൾ അത് ചെയ്തു തരണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. എന്താണ് നമ്മുടെ പ്രകൃതി സ്നേഹിക്കുന്നവരോട് പറയാനുള്ളത്? ഇത് എല്ലാവരും വരണം, കാണണം, അഭിപ്രായം പറയണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പിന്നെ അറിയിക്കുക. അതിന് സർക്കാരിൽ അറിയിക്കേണ്ട കാര്യങ്ങൾ അറിയിക്കുക. ചെയ്തു തരാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു തരിക. ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അപ്പോൾ നാട്ടുകാരുടെ ഈ ഒരു സ്വപ്നം നമ്മുടെ ഇപ്പോൾ തന്നെ ഒരു ടൂറിസം കേന്ദ്രം തന്നെയാണ്. പക്ഷെ ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് ആശംസിക്കുകയാണ് ജോയിയേട്ടാ. അതിന് പത്രക്കാരും ചാനലുകാരും നിങ്ങളൊക്കെ 2-3 വർഷമായിട്ട് ഞങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു തരുന്നുണ്ട്. അത് വീണ്ടും തുടർച്ചയായിട്ടുണ്ടാകണം എന്നും കൂടെ പറയുകയാണ്. ഓക്കെ, താങ്ക് യു. ഇപ്പോൾ നമ്മുടെ സൂചിമുഖി വെള്ളച്ചാട്ടത്തിന് തൊട്ടടുത്ത് താമസിക്കുന്ന ചേച്ചി ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എന്താ ചേച്ചി പേര്? ഓമനേച്ചി, എങ്ങനെയുണ്ട് നമ്മുടെ സൂചിമുഖിയുടെ സൗന്ദര്യം? സൂപ്പറാണ്, അടിപൊളിയാണ്, അടിപൊളിയാ. എല്ലാ ജനങ്ങളും വരുന്നുണ്ട്, എല്ലായിടത്തും ജനങ്ങൾ വരുന്നുണ്ട്. കാണാൻ നല്ല സ്റ്റൈലാണ്. ഇവിടുന്ന് റോഡ് വെട്ടിക്കഴിഞ്ഞാൽ അങ്ങ് വരെ നല്ല സൗകര്യം എല്ലാം നമ്മൾ ആക്കി കൊടുക്കുകയും ചെയ്യും. ഇപ്പോൾ സൂചിമുഖിയുടെ കൂടാതെ അതിന് മുകളിലൊരു നയനമുഖിയുണ്ട്, അതിന് മുകളിലൊരു ഉരുളിമുഖി, അങ്ങനെ 2 മുഖികൾ കൂടി ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? നല്ല ഇത് തന്നെയാണ്. നമ്മൾ അതിലെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ദിവസവും നമ്മൾ അങ്ങ് മലയ്ക്ക് പോകുന്നതാണ്. നമ്മൾ നേരത്തെ മുതലേ നമ്മളിവിടെ താമസക്കാരാണ്. എന്താണ് ഇത് കാണുന്നവരോട് പറയാനുള്ളത്? പ്രകൃതിയെ സ്നേഹിക്കുന്നവരോട് പറയാനുള്ളത്? പ്രകൃതിയെ സ്നേഹിക്കുന്നവർ നല്ല ഇത് തന്നെ, വരിക കാണുക. എത്ര ദൂരെ നിന്നാണെങ്കിലും ആൾക്കാർ വരിക, കാണുക. നമുക്കൊരു കുഴപ്പമില്ല, സന്തോഷമുള്ളൂ. എല്ലാവർക്കും നമ്മൾ സൗകര്യങ്ങളാക്കി കൊടുക്കും. പിന്നെ ഇതേ വഴി വെട്ടാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ സ്ഥലമുണ്ട് അവിടെ, ഒരേക്കർ സ്ഥലം അവിടെയുണ്ട്, അതേ വഴി കൊടുക്കും. പഞ്ചായത്ത് ഏർപ്പെട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു ചെറിയ പാലം മതി. ആ പാലത്തിന് അക്കരെ കിടക്കാൻ നമ്മുടെ പറമ്പ് അവിടം വരെ ഉണ്ട്. അപ്പൊ അത്ര പോലും സപ്പോർട്ടാണ് ഇവിടുത്തെ നാട്ടുകാർ. കാരണം ഇതിലെ നടവഴി ഇല്ലെങ്കിൽ തന്നെ ഇവരുടെ പറമ്പിലൂടെ, ഓമനേച്ചിയുടെ പറമ്പിലൂടെ തന്നെ അങ്ങോട്ടേക്കുള്ള വഴി കൊടുക്കാൻ വരെ ഇവർ തയ്യാറാണ്. അത്രയും സപ്പോർട്ടിലാണ് നമ്മുടെ ഈ വാളത്തോടുള്ള നാട്ടുകാരുള്ളത്. സൂചിമുഖിയും നയനമുഖിയും ഉരുളിമുഖിയും ഒക്കെ ജനങ്ങളിലേക്ക്, പ്രേക്ഷകരിലേക്ക്, പ്രകൃതി സ്നേഹിക്കുന്നവരിലേക്ക് എത്തിക്കാനുള്ള ഒരു പ്രയത്നത്തിലാണ് ഇവരെല്ലാം ഉള്ളത്. അവരുടെ കൂടെ ട്രൂ മീഡിയ ഉണ്ട്. അപ്പൊ ഇവിടുത്തെ നാട്ടുകാരൊക്കെ നമ്മോട് ചേരുന്നുണ്ട്. എന്താ ഏട്ടന്റെ പേര്? ജോബി. ജോബിട്ട് എങ്ങനെയുണ്ട്? ഇപ്പൊ സൂചിമുഖി അല്ലാതെ നമ്മളിപ്പം നയനമുഖി, ഉരുളിമുഖി, അങ്ങനെ 2 മുഖി കൂടി കണ്ടു.
മേലെ 2 തട്ടായിട്ടുള്ള 2 തട്ടായിട്ടില്ല. അപ്പൊ 3 മുഖികളായി. എന്താണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത്? എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി ജനങ്ങൾ ഇങ്ങോട്ട് വരുന്നതാണ്. മെയിനായിട്ട് നമ്മളെ വഴി സൗകര്യമാണ് ഇല്ലാത്തത്. ഒത്തിരി ആളുകൾ വരുന്നുണ്ട്. പിന്നെ പഞ്ചായത്തും സർക്കാരും ഇടപെട്ട് അതൊരു നല്ലൊരു പദ്ധതിയായി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കണമെന്നാണ് പറയാനുള്ളത്. മാറി വരുന്ന സർക്കാരുകളെ ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ട്. ഇതുവരെ ആരും ഇങ്ങോട്ട് തിരിഞ്ഞ് നോക്കിയിട്ടില്ല. ഇങ്ങനെ വരും, ഓരോ പ്രാവശ്യം വന്ന് ഇന്റർവ്യൂ കഴിഞ്ഞ് അങ്ങ് പോകുന്നല്ലാണ്ട്. ഇത് നിങ്ങൾ കയറി പോകുന്ന ആനയൊക്കെ ഇറങ്ങുന്ന വല്ലപ്പോഴും ആനയൊക്കെ വരും ബൈ ചാൻസിൽ. എന്നാലും ഒത്തിരി വഴി സൗകര്യമാണ് പ്രധാനമായിട്ട് വേണ്ടത്. പിന്നെ പ്രാഥമിക സൗകര്യങ്ങൾ മുകളിലേക്ക് പിന്നെയുണ്ട്. നമ്മളിപ്പോൾ വരുന്ന ജനങ്ങളെന്ന് വെച്ചാൽ വഴി സൗകര്യം കുറവായതുകൊണ്ട് ആദ്യം വന്ന് കണ്ടുപോകുന്ന ഒരു വെള്ളച്ചാട്ടം മാത്രം. അതല്ല, അതിന് മുകളിലേക്ക് ഒത്തിരി 2-3 തട്ടായിട്ട് നയനമുഖി, ഉരുളിമുഖി 3 തട്ടായിട്ടുണ്ട്. അത് ഇവിടുത്തെ പ്രാദേശികമായിട്ടുള്ള ആൾക്കാർക്ക് അറിയത്തുള്ളൂ. പുറത്തുനിന്ന് വരുന്നവർ വന്ന് കണ്ട് പെട്ടെന്ന് ജസ്റ്റ് പോകുന്നുള്ളൂ. അത് വഴി സൗകര്യമാണ്. പ്രാഥമികമായിട്ടുള്ള സൗകര്യങ്ങൾ കുറവാണ്. സൗകര്യങ്ങൾ ഒരുക്കാൻ വേണ്ടിയിട്ട് സർക്കാരുകൾ അധികൃതർ നടപടി സ്വീകരിക്കണം. അതാണ് പറയാനുള്ളത്. എന്താണ് പ്രകൃതിയെ സ്നേഹിക്കുന്നവരോട് പറയാനുള്ളത്? പ്രകൃതിയെ സ്നേഹിക്കുന്നതിന്റെ മലിനമാക്കരുത്. കുപ്പി അങ്ങനെയുള്ള സാധനങ്ങൾ അങ്ങോട്ട് കൊണ്ട് വേസ്റ്റും കാര്യങ്ങളും വലിച്ചെറിയാതെ കുടിവെള്ള സ്രോതസ്സുകളുണ്ട് അതിന്റെ സൈഡിലൊക്കെ ഉള്ള. അപ്പം പ്രകൃതിക്ക് ഒരു മോശം വരാത്ത രീതി, കേടുപാട് വരാണ്ട് ഉള്ള രീതിയിൽ നല്ല വന്ന ആളുകളെല്ലാം വന്ന് കണ്ടുപോയി എന്നുള്ളൊരു പറയാൻ പറ്റും. നമ്മുടെ ഈ 3 മുഖികളും ഏഴാം കടലും കടന്ന് എല്ലാവരും എത്തട്ടെ എന്ന് നമുക്ക് ആശ്വസിക്കാം. തീർച്ചയായും. അതിനുവേണ്ടി നാട്ടുകാരെന്ന നിലയ്ക്ക് ഞാനും എന്നെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ പരിശ്രമിക്കുന്നതായിരിക്കും. ചേട്ടാ, എന്താ പേര്? ചേട്ടാ, നമ്മുടെ കൂടെ യാത്രയിൽ ഉണ്ടായിരുന്നു. എന്താണ് നമ്മുടെ ഇത് കാണുന്ന നമ്മുടെ ജനങ്ങളോട് പറയാനുള്ളത്, പ്രകൃതി സ്നേഹിക്കുന്നവരോട് പറയാനുള്ള കാര്യങ്ങൾ? ഇവിടെ കുഴിവയിൽ വെള്ളച്ചാട്ടത്തിന്റെ എല്ലാം ആൾക്കാരും സഹായങ്ങൾ വേണം. പഞ്ചായത്തിന്റെ മനോജ് സാറിന്റെ, പഞ്ചായത്ത് മെമ്പർ ഇതെല്ലാം നല്ല. അപ്പൊ ടൂറിസം വകുപ്പ് ഒന്ന് കണ്ണു തുറന്നാൽ നമ്മുടെ നാട് നല്ലൊരു മാറും, ടൂറിസം ഹബ്ബായി മാറും. അപ്പൊ മാറട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ചേട്ടാ, എങ്ങനെയുണ്ട് നമ്മുടെ ഇപ്പോ സൂര്യമുഖി മാത്രമല്ല ഇവിടെ ഇപ്പോ നയനമുഖി, അതോടൊപ്പം തന്നെ ഉരുളിമുഖി, അങ്ങനെ 2 മുഖികൾ കൂടി ഇന്ന് നമ്മൾ കണ്ടിരിക്കുകയാണ്. എന്താണ് നമ്മുടെ പ്രേക്ഷകരോട്, ജനങ്ങളോട് പറയാനുള്ളത്? ജനങ്ങളെല്ലാം വന്ന് കാണണം. എന്നാൽ മാത്രമേ ഇതിന് പ്രശസ്തിയായാൽ മാത്രമേ ടൂറിസ്റ്റ് ഹബ്ബായി മാറാനുള്ള ചാൻസ് ഉണ്ട്. കൂടുതൽ ടൂറിസ്റ്റ് ആൾക്കാർ വരട്ടെ. നല്ലൊരു ടൂറിസ്റ്റ് കേന്ദ്രമായി മാറട്ടെ അല്ലേ? സർക്കാരും എല്ലാം ഒന്നിച്ചായി നല്ലൊരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റാനുള്ള സർക്കാർ ടൂറിസം വകുപ്പൊക്കെ ഒന്ന് കണ്ണുറക്കട്ടെ. ഓക്കെ. അപ്പോൾ നാട്ടുകാരുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മൾ ചോദിച്ചറിഞ്ഞ് ഒരുപാട് സപ്പോർട്ടാണ്. അവർ സ്ഥലം വരെ കൊടുക്കാൻ തയ്യാറാണ്. അതോടൊപ്പം തന്നെ ജനപ്രതിനിധി, ഇവിടുത്തെ ബ്ലോക്ക് മെമ്പറൊക്കെ നമ്മോട് സംസാരിച്ചു. അപ്പോൾ ട്രൂ മീഡിയ കുടുംബാംഗവും അതോടൊപ്പം തന്നെ ദീപിക ഇരിട്ടി റിപ്പോർട്ടറും ഒരു എഴുത്തുകാരനും കൂടിയായ ബിജുവേട്ടൻ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ബിജുവേട്ടാ, ഇന്നത്തെ യാത്ര എങ്ങനെയായിരുന്നു? അടിപൊളി, ഗംഭീരായിരുന്നു. വേറൊരു ലെവലായിരുന്നു. അപ്പോൾ ബിജുവേട്ടൻ പ്രകൃതിയെ സ്നേഹിച്ചുകൊണ്ട് ഒരുപാട് എഴുത്തുകളൊക്കെ എഴുതുന്ന ഒരാളാണ്. ഈ സൂചിമുഖി നമ്മളെല്ലാം എപ്പോഴും കണ്ട് പരിചയപ്പെടുത്തി ഒക്കെ ചെയ്തു. ഇപ്പോൾ സൂചിമുഖിയോടൊപ്പം നയനമുഖി, അതോടൊപ്പം തന്നെ ഉരുളിമുഖി, അവർ 2 മുഖി കൂടി ഇപ്പൊ നമ്മൾ പരിചയപ്പെടുത്തിയിരിക്കുകയാണ്. എന്താണ് ഇത് കണ്ടപ്പോഴുള്ള നമ്മുടെ പ്രേക്ഷകരോട്, ടൂറിസത്തെ സ്നേഹിക്കുന്ന, പ്രകൃതി സ്നേഹിക്കുന്നവരോട് പറയാനുള്ളത്? ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്, ഇത് എന്തുകൊണ്ട് ഇത്ര നാൾ ഒളിച്ചിരുന്നു എന്നുള്ളതാണ്. പ്രകൃതി ഒളിപ്പിച്ചു വെക്കുന്ന ചില രഹസ്യങ്ങളുണ്ട്. അത് കണ്ടെത്തുക, അത് ആസ്വദിക്കുക, അത് അതിൻ്റെ അർത്ഥത്തിലും, അതായത് അതിൽ കലർപ്പില്ലാതെ ആസ്വദിക്കുക എന്നുള്ളതാണ് ഏറ്റവും ആവശ്യം. നമ്മളിപ്പോൾ അവിടെ കയറി ഒരു 1 കിലോമീറ്ററോളം നനഞ്ഞ് ആ മഴയിൽ നമ്മൾ എന്തെങ്കിലും അറിഞ്ഞോ? ചില ചാറ്റൽ മഴ നനഞ്ഞ് വീഴാൻ തുടങ്ങി, പിടിച്ച് വടികുത്തിയൊക്കെ കയറി നമ്മൾ കയറി 1 കിലോമീറ്ററോളം കയറിയാണ് ആ 3 വെള്ളച്ചാട്ടങ്ങളും കണ്ടത്. നമ്മൾ ഇതിന് മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു വെള്ളച്ചാട്ടം സൂചിമുഖി മാത്രമേ കണ്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇപ്പം ഒരു 2 കർമ്മം കൂടി നമ്മുടെ ഇവിടെ ചെയ്യുകയാണ്. സൂചിമുഖിക്കൊപ്പം ആ പുതിയ 2 വെള്ളച്ചാട്ടങ്ങളുടെ പേര് കൂടി ഇവിടെ നമ്മുടെ നാട്ടുകാരുടെ അഭിപ്രായത്തോടെ നമ്മളത് നയനമുഖിയും ഉരുളിമുഖിയുമായിട്ട് നമ്മൾ ആ മുഖിയോടുള്ള പ്രതിബദ്ധത നിലനിർത്തിക്കൊണ്ട് ആ പേര് നമ്മൾ നിർദ്ദേശിക്കുക. ഇത് നമ്മൾ ഇതിൻ്റെ ഒരു മനോഹാരിത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് നമ്മുടെ പിന്നിലുള്ള പശ്ചിമഘട്ട മലനിരകളാണ്. പശ്ചിമഘട്ട മലനിരയിലെ കേരള ഫോറസ്റ്റിൽ നിന്ന് ഉത്ഭവിക്കുന്ന വെമ്പുഴയുടെ ആരംഭമാണിത്. ഇതാണ് ഒറിജിനൽ വെമ്പുഴ. അതായത് ഇതുവഴി ഒഴുകി ഇരിട്ടി പുഴയിൽ ചേർന്ന് വളപട്ടണം പുഴയിൽ അവസാനിക്കുന്ന ഈ പുഴയുടെ ഒരു പ്രധാന സ്രോതസ്സാണിത്. അതിൻ്റെ ആരംഭത്തിൽ നിന്ന് 3 തട്ടുകളായിട്ടാണ് വെള്ളം താഴേക്ക് കുതിച്ചു പായുന്നത്. അതിന് വർണ്ണിക്കാൻ എനിക്ക് വാക്കുകളില്ല. അത് നമ്മൾ കണ്ടനുഭവിച്ചാൽ മാത്രമേ അതിൻ്റെ മനോഹാരിത മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ കൂടെ ഒന്നുകൂടി ഞാൻ അധികൃതർക്ക് മുമ്പിലൊരു അപേക്ഷ സമർപ്പിക്കുകയാണ്. അങ്ങോട്ട് കയറിപ്പോകുന്ന വഴികൾ അത് അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് കുറേ കൂടെ സുരക്ഷിതമായ പടിക്കെട്ടുകളും കൈപിടികളും തീർത്തു കഴിഞ്ഞാൽ വളരെ മനോഹരമായിരിക്കും. ഇടയിൽ ഒരു വിശ്രമ കേന്ദ്രവും ഒരു ബാത്റൂമും കൂടി ഉണ്ടെങ്കിൽ അത് മതി.
അത് മതി. നല്ല ആംബിയൻസ്. അതായത് അവിടെ കയറി എത്തണമെങ്കിൽ അവിടുത്തെ പ്രകൃതിയെ നശിപ്പിക്കാതെ, ആ പ്രകൃതിക്ക് ഒരു കോട്ടവും സംഭവിക്കാതെ നമ്മൾ ഒരു ട്രക്കിങ്ങിൻ്റെ അതേ ഇത് ആത്മാവ് ഉൾക്കൊണ്ടുകൊണ്ട് പോയാലേ നമുക്കതിനെ ആസ്വദിക്കാൻ കഴിയും. അത് കുറച്ച് റിസ്ക് ഉണ്ട്. ഒരു പരിധിവരെ നമുക്ക് മുതിർന്നവർക്ക് കൊടുക്കാം, അടുത്ത പടി വരെ കുറച്ചുകൂടി ഇവർക്ക് കൊടുക്കാം. മൂന്നാമത്തെ പടി, അതായത് ഉരുളിമുഖിയിലോട്ട് എത്തുമ്പം ചെറുപ്പക്കാർക്കൊക്കെ കയറി എത്താൻ പറ്റുള്ളൂ. അതേപോലെ വളരെ ട്രക്കിംഗ് അനുഭവമാണ്. പിന്നെ വനത്തിൻ്റെ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല. സ്വകാര്യ വ്യക്തികളുടെ സ്ഥലമാണ്, അവരെല്ലാം സ്ഥലം കൊടുക്കാൻ തയ്യാറാണ്. വളരെ മനോഹരം. എല്ലാവരും കാണുന്നവർ ഒരു പ്രാവശ്യമെങ്കിലും വന്ന് കണ്ടിട്ട് പോകണം എന്നുള്ളതാണ്. പിന്നെ അപകടമുണ്ട്, വളരെ സൂക്ഷിക്കണം. മഴയുള്ള സമയങ്ങളിൽ പോകരുത്. അതാണ് ഏത് സമയവും വനത്തിൽ നിന്ന് വരുന്നതാണ്. ഏത് സമയവും വെള്ളം കുതിച്ചു വരാം. നല്ല മഴയുള്ള സമയത്തിൽ പോകരുത്. വളരെ സുരക്ഷിതമായ എല്ലാ പാറയാണ്, പാറക്കെട്ടുകളാണ്, തെന്നലുണ്ട്. വളരെ സുരക്ഷിതമായിരിക്കണം. ഇപ്പോൾ വളരെ ഭംഗിയായ രീതിയിൽ നമ്മുടെ സൂചിമുഖി ഫേമസ് ആയതുപോലെ തന്നെ നയനമുഖിയും ഉരുളിമുഖിയും ഫേമസ് ആയിട്ട് ആശംസിക്കാം. തീർച്ചയായിട്ടും. അത് സൂചിമുഖി, അത് 3 മുഖികളെ കൂടി നമ്മൾ ആഡ് ചെയ്ത ഒരു ക്ലിപ്പിൽ ഞങ്ങൾ ചേർക്കുകയാണ്. അപ്പോൾ സൂചിമുഖി, നയനമുഖി, ഉരുളിമുഖി കാഴ്ചക്കാർക്കായി കാത്തിരിക്കുക. അതോടൊപ്പം തന്നെ ഉരുളിമുഖിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, അവിടെ ഉരുളിമുഖിന്റെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഉരുളി ആകൃതിയിലാണ് അവിടെ വെള്ളം വന്ന് വീഴുന്നത് അവിടെ ഉള്ളത്. അതുകൊണ്ടാണ് ഉരുളിമുഖി എന്നിട്ടത്. ആ രണ്ടാമത്തെ ഉരുളിമുഖിയുടെ താഴെ നയനമുഖി എന്ന് വരാൻ കാരണം, അത് കാണുമ്പോൾ കണ്ണിനുണ്ടാകുന്ന ആ ഒരു കുളിർമയൊക്കെയാണ് നമ്മൾ നയനമുഖി എന്നതിന് ഇവർ നാട്ടുകാരൊക്കെ പേരിടാൻ വേണ്ടി കാരണം. സൂചിമുഖി സൂചി പോലെ കുത്തിയൊലിച്ച് വരുന്ന ആ ഒരു വെള്ളച്ചാട്ടം. അങ്ങനെ 3 മുഖികളും ഇവിടെ ഈ വാളത്തോടിൽ സംഗമിക്കുകയാണ്. അപ്പോൾ ഇത് കാണണം. ഇവിടുത്തെ പ്രകൃതിയെ സ്നേഹിക്കുന്ന എല്ലാ ടൂറിസ്റ്റുകളൊക്കെ ഇവിടെ വരണമെന്ന് കൂടി ട്രൂ മീഡിയ അഭ്യർത്ഥിക്കുകയാണ്. അധികൃതർ ഈ ടൂറിസം മേഖലയ്ക്ക് ഒരുപാട് സാധ്യതകളുണ്ട്. അപ്പോൾ ഈ അധികൃതരും ഇതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും എന്നുള്ള പ്രതീക്ഷയിൽ വാളത്തോട് നിന്നും ടീം ട്രൂ മീഡിയ. ന്യൂ ജനറേഷനുകൾക്കിനി ന്യൂജൻ കോഴ്സുകൾ പഠിക്കാം ശ്രീശങ്കരാചാര്യയിലൂടെ. അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കുവാൻ നിരവധി കോഴ്സുകൾ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ്, UI and UX designing, Vibes and SAP, professional accounting, graphic designing and animation, digital marketing, advanced Excel, Python programming, interior designing, AI ഇന്റഗ്രേറ്റഡ് ടൂളുകൾ ഉൾപ്പെടുത്തിയുള്ള ക്ലാസുകൾ. കേരള സർക്കാർ അംഗീകൃത സർട്ടിഫിക്കറ്റുകൾ. ന്യൂ ബസ് സ്റ്റാൻഡ്, ഇരിട്ടി. കോൺടാക്ട് 7559 922 299.